നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. 140 കോടി ഇന്ത്യക്കാരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ഐക്യത്തിന്റെയും വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യൻ സേന ഇന്നലെ വധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആരോപിച്ച് പ്രതിപക്ഷം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സംഘം ജയിലിൽ സന്ദർശിച്ചു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് എംപിമാർ. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നൈസാർ ഭൌമനിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നാളെ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 1 വയസ്സ്. പുത്തുമലയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടക്കും. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. 140 കോടി ഇന്ത്യക്കാരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ഐക്യത്തിന്റെയും വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂറിലുണ്ടായതെന്ന് ലോക്സഭയിൽ ചർച്ചയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ വശം കാണാനാകാത്തവർക്ക് മുന്നിൽ ഇത് വ്യക്തമാക്കുന്നതിനായി വിജയത്തിന്റെ ആത്മസത്ത ഉൾക്കൊണ്ടാണ് താൻ സംസാരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യൻ സേന ഇന്നലെ വധിച്ചതായി ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. സുലൈമാൻ ഷാ, ജിബ്രാൻ, ഹംസ അഫ്ഘാനി എന്നീ ഭീകരരിൽ നിന്ന് ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച റൈഫിളുകൾ കണ്ടെടുത്തതായും അദ്ദേഹം പറഞ്ഞു. ഭീകരർക്ക് പുറമെ ആക്രമണത്തിന്റെ ആസൂത്രകരെയും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചതായി ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഭീകരതയോട് സഹിഷ്ണുതയില്ലെന്ന മോദി സർക്കാരിന്റെ നയം ഇതിലൂടെ വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. ऑपरेशन महादेव जो कल एक हुआ है, इसकी जानकारी देना चाहता हूं. ऑपरेशन महादेव में सुलेमान उर्फे फैजल जट अफगान और जिब्रान 3 आतंकवादी सेना, CRPF और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए. എന്നാൽ ഹൃദയശൂന്യമായ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം ഉറച്ചുനിന്നതായും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ പോരാട്ടം തുടരാനുള്ള നിശ്ചയദാർഢ്യം സർക്കാർ കാണിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ആരോപിച്ച് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് സുരക്ഷാസേനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്നും ജമ്മു കാശ്മീരിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായും കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധി വിമർശനം ഉന്നയിച്ചു. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായതെന്ന് സമാജ്വാദി പാർട്ടി അംഗം അഖിലേഷ് യാദവ് ആരോപിച്ചു. രാജ്യസഭയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗാണ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്ന സന്ദേശം ഭീകരർക്ക് കൈമാറാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയ്ക്ക് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ ഇനിയും ദുസ്സാഹസങ്ങൾക്ക് തുനിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കാൻ ഇന്ത്യ മടിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ऑपरेशन सिंदूर, इस ऑपरेशन का मकसद आतंकी ठिकानों को तबाह करना था और ये साफ संदेश देना था कि भारत आतंकवाद के खिलाफ 0 टॉलरेंस रखता है. ऑपरेशन सिंदूर का ओवरऑल पॉलिटिको मिलिट्री ऑब्जेक्टिव यह था कि आतंकवाद के रूप में प्रॉक्सी वार लड़ रहे पाकिस्तान को सजा दी जाए. ഓപ്പറേഷൻ സിന്ദൂറിനിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൽ കേന്ദ്ര സർക്കാരിനെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രൂക്ഷമായി വിമർശിച്ചു. ഇന്റലിജൻസ് വീഴ്ചയാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്നും ഇക്കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭാഷണം നടത്തിയിട്ടില്ലെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 1 വയസ്സ്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 2 ഗ്രാമങ്ങളെ ഒന്നാകെ തുടച്ചു നീക്കിയ മഹാദുരന്തമുണ്ടായത് കഴിഞ്ഞ ജൂലൈ 30-നാണ്. അതിജീവിതർക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന മാതൃകാ ടൌൺഷിപ്പിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഒരു റിപ്പോർട്ട്. ഉരുൾപൊട്ടൽ അതിജീവിതർക്കായി ഈസ്റ്റേൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന മാതൃകാ ടൌൺഷിപ്പിലെ 410 വീടുകളിൽ 1662 പേർക്കാണ് തണലൊരുങ്ങുന്നത്. മാർച്ച് 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടതിന് ശേഷം 5 മാസം കഴിയുമ്പോൾ മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 5 സോണുകളിലായി 1000 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്ന 410 വീടുകൾ പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കും വിധമാണ് തയ്യാറാക്കുന്നത്.
കാണാതായ 32 പേർ ഉൾപ്പെടെ 298 പേർ ദുരന്തത്തിൽ മരണമടഞ്ഞതായാണ് ഔദ്യോഗിക കണക്കുകൾ. മരണമടഞ്ഞ 220 പേരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 6 ലക്ഷം വീതം സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ വിതരണം ചെയ്തു. 2300ഓളം പേരെയാണ് ദുരന്തം നേരിട്ട് ബാധിച്ചത്. ഉരുൾപൊട്ടൽ ബാക്കിവെച്ച വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് നടുവിലും അതിജീവനത്തിന്റെ പാതയിലാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ. കേരളത്തെ നടുക്കിയ മഹാദുരന്തത്തിന് 1 വർഷം പൂർത്തിയാകുമ്പോൾ പുത്തുമലയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കമുള്ള 5-അംഗ സംഘം ദുർഗ് ജയിലിൽ ഇന്ന് സന്ദർശിച്ചു. ബെന്നി ബെഹനാൻ, NK പ്രേമചന്ദ്രൻ തുടങ്ങിയ UDF എംപിമാരും കന്യാസ്ത്രീയുടെ ബന്ധുവുമാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കന്യാസ്ത്രീകൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും വിഷയം നാളെ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് എംപിമാർ പറഞ്ഞു. കന്യാസ്ത്രീകളെ കാണാനായി ജയിലിലെത്തിയ ഇടതു നേതാക്കളെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജയിൽ അധികൃതർ തടഞ്ഞു. ബൃന്ദ കാരാട്ട്, ആനി രാജ, AA റഹീം MP എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. കന്യാസ്ത്രീകളെ കണ്ട ശേഷം മാത്രമേ ഛത്തീസ്ഗഡിൽ നിന്ന് മടങ്ങൂ എന്ന് AA റഹീം MP അറിയിച്ചു. വിഷയത്തിൽ നീതി ലഭ്യമാക്കാൻ പ്രധാനമന്ത്രിക്ക് ഉടൻ തന്നെ കത്തയച്ചതായും എന്നാൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അറസ്റ്റിനെ ന്യായീകരിച്ചതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ഛത്തീസ്ഗഡ് സംഭവത്തിൽ നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്നും കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആരോപണം ശരിയല്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നൈസാർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നാളെ വൈകുന്നേരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. മേഘാവൃതമായ കാലാവസ്ഥയിലും ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്താൻ ഉപഗ്രഹത്തിന് കഴിയും. അത്യാധുനിക റഡാർ ഇമേജിംഗ് സാങ്കേതികവിദ്യ സജ്ജീകരിച്ചിരിക്കുന്ന ഭൌമ നിരീക്ഷണ ഉപഗ്രഹം ഭൌമോ ഉപരിതലത്തിൽ നിന്ന് 743 കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിലേക്കാണ് വിക്ഷേപിക്കുക. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. നാളെ പുലർച്ചെ 5:30-നും 6:30-നും ഇടയിലാണ് നിറപുത്തരി പൂജകൾ. നിറപുത്തരിക്കായുള്ള നെൽക്കതിരുകളുമായി അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര ഇന്ന് രാത്രി 8 മണിക്ക് സന്നിധാനത്തെത്തും. നിറപുത്തരി പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10-നാണ് നട അടയ്ക്കുക. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നാളെ പുലർച്ചെ നിറപുത്തരി ചടങ്ങ് നടക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരം ആക്കുളത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനം ഇന്ന് സന്ദർശിച്ചു. ദക്ഷിണ വ്യോമസേന മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് ഗവർണറെ സ്വീകരിച്ചു. വ്യോമസേനാംഗങ്ങൾ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഇടുക്കി കോട്ടയം അതിർത്തിയിലെ പെരുവന്താനത്ത് ഇന്ന് രാവിലെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത്. കാട്ടാനയുടെ സാന്നിധ്യം അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധം നടത്തി. കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 33.89 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് തുക അനുവദിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 447 പോയിന്റ് ഉയർന്ന് 81,338-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,821-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 80 രൂപ താഴ്ന്ന് 73,200 രൂപയും ഗ്രാമിന് 9,150 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായി. എന്നാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ കക്കി ആനത്തോട് ഡാമിൽ ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പാമ്പാ നദിയുടെയും കക്കാട്ടാറിന്റെ ഇരു കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം. സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രയോജനം ബോധവൽക്കരണ പരിപാടികളിലൂടെ ജനങ്ങൾക്ക് കൂടുതലായി ലഭ്യമാക്കാനാകുമെന്ന് മന്ത്രി VN വാസവൻ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദ്വിദിന ശില്പശാലയും ഫോട്ടോ പ്രദർശനവും കോട്ടയം ഏറ്റുമാനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. 140 കോടി ഇന്ത്യക്കാരുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ഐക്യത്തിന്റെയും വിജയമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യൻ സേന ഇന്നലെ വധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആരോപിച്ച് പ്രതിപക്ഷം.
ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സംഘം ജയിലിൽ സന്ദർശിച്ചു. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് എംപിമാർ. ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നൈസാർ ഭൌമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നാളെ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് നാളെ 1 വയസ്സ്. പുത്തുമലയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും അനുസ്മരണ സമ്മേളനവും നടക്കും. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.